ലോകമെമ്പാടും വർദ്ധിച്ചു വരുന്ന പ്ലാസ്റ്റിക് സർജറിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും അതിൻ്റെ വിവിധ മേഖലകളെക്കുറിച്ചും അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ നമുക്കായി ഇന്ന് ലോക പ്ലാസ്റ്റിക് സർജറി ദിനത്തിൽ ഈ പ്രത്യേക പരിപാടിയിലേക്ക് ഞാൻ എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ പ്രത്യേക പരിപാടി നമുക്ക് ഒരു മൗന പ്രാർത്ഥനയിലൂടെ ആരംഭിക്കാം. World Plastic Surgery Day is a significant occasion where we celebrate the remarkable advancements and achievements in the field of plastic surgery. This day is dedicated to honor those who have contributed to this immense field. Today we come together to share knowledge, discuss the trends and technologies, and honor those who have made outstanding contributions to this dynamic and ever-evolving field. On this occasion, I would like to invite our Medical Superintendent, Dr. O.S. Shamsundar, to express his words. ഇവിടെ വന്നിരിക്കുന്ന ബഹുജനങ്ങൾ, സർജറി എന്ന് പറയുന്നത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സങ്കീർണമായ ഒരു രീതിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു ചെറിയ മുറിവ് തുടച്ച് അതിൻ്റെ ശുശ്രൂഷ ചെയ്യുന്നതും വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാല് തന്നെ മാറ്റി വേറൊരു രീതിയിലാക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള വലിയൊരു ശാസ്ത്രശാഖയാണ് സർജറി എന്ന് പറയും. അപ്പോൾ സർജറി എന്ന് തുടങ്ങി എന്ന് ചോദിച്ചാൽ നമുക്കാർക്കും അറിയാൻ വയ്യ. ഒരുപക്ഷെ ആദ്യകാലത്ത് മനുഷ്യന് മുറിവുണ്ടായപ്പോഴെങ്കിലും തന്നെത്താനെ അത് ശരിയാകുന്നില്ലെങ്കിൽ അത് കവർ ചെയ്ത് വയ്ക്കണം, അതല്ലെങ്കിൽ പച്ചലകൾ എന്തെങ്കിലും ചേർക്കണം എന്നുള്ള രീതിയിലുള്ള പ്രിമിറ്റീവായ അറിവുകൾ അവർക്കുണ്ടായിരുന്നായിരിക്കും. അതിനുശേഷം അതിന് വലിയ വളർച്ചയാണ് ഉണ്ടായിട്ടുള്ളത്. വളരെ പ്രീ ഹിസ്റ്റോറിക് കാലം തന്നെ നിയോണ്ടർത്താൽ അവരുടെ കാലത്ത് തന്നെ രാഗി ശരിയാക്കിയ കൂർപ്പിച്ച പല്ലുകളുടെ ഫോസിൽസ് നമ്മൾ കിട്ടിയിട്ടുണ്ട്. അതിനർത്ഥം മനുഷ്യൻ്റെ പല്ലുകളെ മോഡിഫൈ ചെയ്യാനും മോൾഡ് ചെയ്യാനും ആളുകൾക്ക് അറിഞ്ഞിരുന്നു, അന്നത്തെ ജനങ്ങൾക്ക് അറിഞ്ഞിരുന്നു എന്നുള്ളതാണ്. അത് പ്രീ ഹിസ്റ്റോറിക്കാണ്, ഹിസ്റ്ററിയൊക്കെ തുടങ്ങുന്നതിന് മുമ്പേ. അതിന് മുമ്പേ നമുക്കെല്ലാവരും കാണുന്നുള്ള ഒരു പടമുണ്ട്. മഹാനായ സുശ്രുതൻ ഒരു മൂക്ക് മാറ്റി വയ്ക്കുന്ന, അല്ലെങ്കിൽ മൂക്ക് റീപ്ലേസ് ചെയ്യുന്ന, അല്ലെങ്കിൽ മൂക്ക് രൂപപ്പെടുത്തുന്ന ഒരു ചിത്രം നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. 1200 BC അല്ലെങ്കിൽ 600 BC ഉള്ള സമയത്ത് ഇന്ത്യയിലെ ശാസ്ത്രശാഖ അല്ലെങ്കിൽ സർജറി എന്തുമാത്രം വികസിച്ചിരുന്നു എന്നാണ് ഇതിനർത്ഥം. അത് നമ്മൾ പിന്തുടർന്നില്ല. പിന്നീട് പിന്നെ ബാക്കിയുള്ളവർ പഠിപ്പിച്ചപ്പോഴാണ് സർജറി അങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് മനസ്സിലാക്കുന്നത്. ഇന്ന് നമുക്കറിയാം, നമുക്കതിനേക്കാളും കൂടുതൽ ആയുധങ്ങളും അത് ഉപയോഗിക്കുന്ന ശസ്ത്രക്രിയ ഉപകരണങ്ങളും നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. ആയുർവേദത്തിലും പല ശസ്ത്രക്രിയ ഉപകരണങ്ങളും, പ്രത്യേകിച്ച് കണ്ണിലൊക്കെ ഉപയോഗിക്കുന്ന ശസ്ത്രക്രിയ ഉപകരണങ്ങൾ പോലും നമ്മുടെ ശേഖരങ്ങളിലുണ്ടായിരുന്നു. സർജറി അതിനുശേഷം വളരെയധികം മുമ്പോട്ട് പോയി. അതിന് പല വിഭാഗങ്ങളുണ്ടായി. പ്ലാസ്റ്റിക് സർജറി വളരെ കാര്യക്ഷമമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. നമുക്കിന്ന് ഒരുപാട് കാര്യങ്ങൾ പ്ലാസ്റ്റിക് സർജറി ചെയ്യാം. മനുഷ്യൻ്റെ ശരീരം വളരെ ഫ്ലെക്സിബിളാണ്. അത് മോൾഡ് ചെയ്യാൻ, നമുക്ക് എങ്ങനെ വേണോ മോൾഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് പ്ലാസ്റ്റിക് സർജറിയുടെ ഡെവലപ്മെൻറ്റ്. എന്താണ് പ്ലാസ്റ്റിക് സർജറി എന്നും അതിന് നിങ്ങൾക്കെങ്ങനെ ഉപയോഗിക്കാമെന്നും കൂടെ പറയാൻ വിദഗ്ധരായ ഡോക്ടർമാരുണ്ട്. അവരെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. മെഡിക്കൽ അഡ്മിനിസ്ട്രേറ്റർ കേണൽ ഡോക്ടർ രാജീവ് ഓൺ ടു ദി സ്റ്റേജ്. ഡേ ആയിട്ടാണ് നമ്മൾ ആഘോഷിക്കുന്നത്. അപ്പോൾ ഈ ചെറിയ ഒരു ചടങ്ങ് നമ്മൾ ഇവിടെ ഓർഗനൈസ് ചെയ്തിരിക്കുന്ന ബേസിക്കലി ടു റേസ് ദ അവയർനെസ് അബൌട്ട് ദിസ് പെർട്ടിക്കുലർ ബ്രാഞ്ച് ഓഫ് മെഡിസിൻ. അപ്പോൾ പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുമ്പോൾ നമ്മൾ അത് സൗന്ദര്യവർദ്ധക ഒരു സർജറി ആയിട്ടാണ് എപ്പോഴും സാധാരണക്കാരൻ അതിനെപ്പറ്റി ചിന്തിക്കുന്നത്. പക്ഷേ അത് മാത്രമല്ല, പ്ലാസ്റ്റിക് സർജറിയിൽ ദർ ആർ സോ മെനി അതർ ബ്രാഞ്ചസ്. ലൈക്ക് ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ അവയവ ഭംഗം പറ്റിയ ആൾക്കാർക്ക് വേണ്ടി നിങ്ങൾ പലയിടത്തും വായിച്ചു കാണും, അതായത് ഹാൻഡ് ആൻഡ് ഫിംഗർ റീപ്ലേസ്മെൻറ്റ് സർജറീസ്. സിമിലർലി അതുപോലെ ബേൺസ് വന്ന പേഷ്യൻറ്റിന് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. ദാറ്റ് അഗെയിൻ പ്ലാസ്റ്റിക് സർജൻസ് ഡു പ്ലേ എ വെരി മേജർ റോൾ ഇൻ ദാറ്റ്. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഞാൻ കൂടുതൽ ഇനി സംസാരിക്കുന്നില്ല. ശ്രീകുമാർ സാർ ഇവിടെ ഉണ്ട്, HOD ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ അദ്ദേഹം അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കുന്നതായിരിക്കും.
അപ്പോൾ ഈ ഒരു ചടങ്ങിലൂടെ ഞങ്ങൾ ഇവിടുത്തെ, അതായത് SK ഹോസ്പിറ്റലിൽ പ്ലാസ്റ്റിക് സർജറി ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ചും നിങ്ങൾക്കെല്ലാവർക്കും അറിവ് പകർന്നു തരാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് പണ്ട് തൊട്ടേ ഇവിടെ പ്ലാസ്റ്റിക് സർജറി ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളിപ്പോൾ അത് കൂടുതൽ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശ്രീകുമാർ സാറ് വളരെ പ്രഗത്ഭനായ ഒരു പ്ലാസ്റ്റിക് സർജനാണ്. അദ്ദേഹം ഇപ്പോൾ ഇവിടെ നമ്മുടെ ഹോസ്പിറ്റൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡോക്ടർ ശാരിക ചന്ദ്രൻ മാഡവും ഇവിടെ വന്ന് നമ്മുടെ ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നൂതനമായ ചികിത്സാ രീതികൾ ഇവർ നമുക്ക് നൽകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇന്ന് 15 തൊട്ട് 22 വരെ ഒരു വാരമായിട്ടാണിപ്പോൾ നമ്മൾ ഈ പർട്ടിക്കുലർ ഇത് ആഘോഷിക്കാൻ പ്ലാൻ ചെയ്യുന്നത്. അതിൽ ചില പ്രൊസീജിയേഴ്സ്, അതായത് പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ തെറാപ്പി, അതുപോലെ മെഡിഫേഷ്യൽ, അങ്ങനത്തെ പല നൂതനമായ ചികിത്സാ സമ്പ്രദായങ്ങളും നമ്മളിവിടെ ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടി ഓൺ ബിഹാഫ് ഓഫ് ദ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ്, I want to convey all the best wishes to the plastic surgery department for a happy plastic surgery day. Thank you. Next is an awareness presentation about plastic cosmetics and reconstructive surgery, for which I would like to invite our consultant plastic and reconstructive surgeon, Dr. N.C. Srikumar sir, onto the stage. 15 ലോകമെമ്പാടും പ്ലാസ്റ്റിക് സർജറി ദിനമായിട്ട് ആചരിക്കുകയാണ്. ഇന്ത്യയിൽ തുടങ്ങിയ പ്ലാസ്റ്റിക് സർജറി ഡേ, അതായത് ജൂലൈ 15, പിന്നീട് അത് ലോകമെമ്പാടും ഉള്ള പ്ലാസ്റ്റിക് സർജറി അസോസിയേഷൻസ് അത് അംഗീകരിച്ച് ഇന്ന് ലോകമെമ്പാടും ജൂലൈ 15 പ്ലാസ്റ്റിക് സർജറി ഡേ ആയിട്ടാണ് അംഗീകരിക്കുന്നത്. ഈ സന്ദർഭത്തിൽ ഇങ്ങനെയൊരു വേദി ഇവിടെ ഒരുക്കി തന്ന SK ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ ശിവൻകുട്ടി സർ, കേണൽ ഡോക്ടർ ചന്ദ്രശേഖരൻ പിള്ള സർ, മെഡിക്കൽ സൂപ്രണ്ടൻറ്റ് ശ്യാം സുന്ദർ സർ, മെഡിക്കൽ അഡ്മിനിസ്ട്രേറ്റർ കേണൽ ഡോക്ടർ രാജീവ് സർ, CEO Dr. Sandhya madam, all other officials of SK Hospital, especially the Department of Marketing, I would like to express my thanks for arranging this event. എന്താണ് പൊതുജനങ്ങൾക്കുള്ള അല്ലെങ്കിൽ ആരോഗ്യരംഗത്തുള്ള നേട്ടം? മറ്റ് സർജറിക്കൽ വിഭാഗങ്ങളെപ്പോലെ തന്നെ പ്ലാസ്റ്റിക് സർജറി ഒരു സർജിക്കൽ വിഭാഗമാണ്. എന്നിരുന്നെങ്കിലും പൊതുജനങ്ങൾക്ക് ഈ വിഭാഗത്തെക്കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകളും ഒരുപാട് സംശയങ്ങളും നിലവിലുണ്ട്. ആ സംശയങ്ങളും തെറ്റിദ്ധാരണകളും ഒരു പരിധിവരെ നിവർത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ സംരംഭത്തിൻ്റെ ലക്ഷ്യം. അതായത് പൊതുജനങ്ങൾക്ക് പ്ലാസ്റ്റിക് സർജറിയെക്കുറിച്ച് ഒരു അവബോധം സൃഷ്ടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഈ ചടങ്ങ് കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്. പ്ലാസ്റ്റിക് സർജറിയിൽ 2 വിഭാഗമുണ്ട്. ഒന്ന് കോസ്മെറ്റിക് സർജറി, 2 റീകൺസ്ട്രക്റ്റീവ് സർജറി. ആദ്യമേ പ്ലാസ്റ്റിക് സർജറി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഉയർന്നു വരുന്ന ചില സിനിമാ താരങ്ങളുടെ ചിത്രങ്ങളാണ്. കാരണം അവരെല്ലാം പ്ലാസ്റ്റിക് സർജറി ചെയ്തു വരുന്നവരാണ് എന്നാണ് നമ്മുടെ ധാരണ. ചിലർ ചെയ്യുന്നുണ്ട്, ചിലർ അല്ലാതെ തന്നെ അവരുടെ സൗന്ദര്യം നിലനിർത്തുന്നവരുണ്ട്. പക്ഷേ ഇതിനേക്കാൾ അതൊക്കെ ഒരു വിഭാഗം മാത്രമേ കോസ്മെറ്റിക് സർജറി ചെയ്യപ്പെടുന്നുള്ളൂ. അതിനേക്കാൾ ഉപരി എസ്പെഷ്യലി ഭാരതം പോലുള്ള ഒരു രാജ്യത്ത് കൂടുതലും പ്ലാസ്റ്റിക് സർജറി ചെയ്യപ്പെടുന്നത് റീകൺസ്ട്രക്റ്റീവ് സർജറിയിലാണ്. അതായത് പുനർനിർമ്മാണ ശസ്ത്രക്രിയ. നമ്മുടെ ശരീരത്തിൻ്റെ ആക്സിഡൻറ്റ് മൂലമോ മറ്റോ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ചില ശരീരഭാഗങ്ങൾ, അല്ലെങ്കിൽ ജന്മന വൈകല്യം വന്ന ശരീരഭാഗങ്ങൾ പുനർനിർമ്മിക്കുകയാണ് പ്ലാസ്റ്റിക് സർജറിയിൽ കൂടി ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ടാണ് പ്ലാസ്റ്റിക് സർജറി എന്ന പേര് വന്നത്?
പലരും നമ്മളോട് ചോദിക്കാറുണ്ട്, പ്രത്യേകിച്ചും കൺസൾട്ടേഷൻ വരുമ്പോൾ ചോദിക്കാറുണ്ട്, എപ്പോഴാണ് പ്ലാസ്റ്റിക് ഉപയോഗിക്കുക, അല്ലെങ്കിൽ എങ്ങനെയാണ് പ്ലാസ്റ്റിക് ഉപയോഗിക്കുക. പ്ലാസ്റ്റിക് നമ്മൾ യാതൊരു കാരണവശാലും പ്ലാസ്റ്റിക് സർജറിയിൽ ഉപയോഗിക്കുന്നില്ല. പ്ലാസ്റ്റിക് സർജറി എന്ന വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബോഡിയുടെ ഷേപ്പിന് വ്യത്യാസം വരുത്തുക എന്നുള്ളതാണ്. ഈ വാക്ക് വന്നിരിക്കുന്നത് ഗ്രീക്കിൽ നിന്നാണ്. ഗ്രീക്കിൽ വേർഡ് പ്ലാസ്റ്റിക്കോസ് മീൻസ് ടു മോൾഡ് ഓർ ടു ചേഞ്ച് ദ ഷേപ്പ്. അപ്പോൾ നമ്മുടെ ആകാര ഭംഗി കൂട്ടിയെടുക്കുകയും അതോടൊപ്പം തന്നെ ശരീരാവയവങ്ങളുടെ പ്രവർത്തനശേഷി വർദ്ധിപ്പിച്ച് നമ്മുടെ കോൺഫിഡൻസ് ഉയർത്തുകയുമാണ് പ്ലാസ്റ്റിക് സർജറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്ലാസ്റ്റിക് സർജറി ഉത്ഭവിച്ചത് തന്നെ ഭാരതത്തിലാണ്. അതായത് ഏകദേശം നമ്മുടെ മെഡിക്കൽ സൂപ്രണ്ട് പറഞ്ഞതുപോലെ 600 മുതൽ 800 വർഷം BC, ബിഫോർ ക്രൈസ്റ്റ് ആണ് ഉത്ഭവിച്ചത്. പക്ഷേ അന്ന് ഇന്നത്തെ പോലെ കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ് അധികം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ പൊതുജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നില്ല. അതേസമയം ബ്രിട്ടീഷ് ഭരണകാലത്ത് ഈ പല പ്ലാസ്റ്റിക് സർജറി പ്രൊസീജിയേഴ്സും ഇവിടെ നടന്നുകൊണ്ടിരുന്ന പല ശസ്ത്രക്രിയകളും സായിപ്പന്മാർ ഇവിടെ വന്ന് ഇത് കണ്ട് പഠിച്ച് ഇംഗ്ലണ്ടിൽ പോയി അവരുടെ മാഗസിനിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ലോകം ഇത് അറിയാൻ ഇടവന്നത്. പക്ഷെ എന്നിരുന്നാലും അതിൻ്റെ പിതൃത്വം ഭാരതത്തിന് തന്നെയാണ്. ഫാദർ ഓഫ് പ്ലാസ്റ്റിക് സർജറീസ് സേജ് സുശ്രുത മഹർഷി ആണ് സർജറിയുടെയും പ്ലാസ്റ്റിക് സർജറിയും പിതാവായി നാം ഇന്ന് കരുതപ്പെടുന്നത്. റീകൺസ്ട്രക്റ്റീവ് സർജറിയുടെ വിവിധ വശങ്ങൾ, അതിൻ്റെ വ്യാപ്തി, ഏതൊക്കെ രീതിയിൽ പൊതുജനങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം എന്ന് ചില ഫോട്ടോസ് മുഖേന ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നതാണ്. ഇത് ഈ ചിത്രത്തിൽ കാണുന്നത് 600 വർഷങ്ങൾക്ക് മുമ്പ് സുശ്രുത മഹർഷി ചെയ്തിരുന്ന ഒരു ശസ്ത്രക്രിയയാണ്. അദ്ദേഹം പല ശസ്ത്രക്രിയകളും ചെയ്തിട്ടുണ്ട്. മുൻപേ മെഡിക്കൽ സൂപ്രണ്ട് പറഞ്ഞതുപോലെ മൂക്കറ്റുപോയ ഒരു വ്യക്തിയുടെ മൂക്ക് നെറ്റിയിൽ നിന്നും മാംസമെടുത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. അന്നത്തെ കാലത്ത് ഭാരതത്തിൽ നിലനിന്നിരുന്ന ഒരു ശിക്ഷ എന്ന് പറയുന്നത് മൂക്ക് ചെത്തിക്കളയുക എന്നുള്ളതായിരുന്നു. ഈ മൂക്ക് ചെത്തിക്കളഞ്ഞ ആളിൻ്റെ മൂക്ക് റീകൺസ്ട്രക്റ്റ് ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ഒരു 400 BC വരെ ഈ സംഗതി ഇതുപോലെ മഹർഷിമാർ ഒക്കെ ചെയ്തിരുന്നു. 400 വർഷങ്ങൾക്ക് ശേഷം എന്തുകൊണ്ടാണെന്നറിയില്ല, ഈ പഴുപ്പ്, രക്തം മുതലായൊക്കെ തൊടുന്നത് അശുദ്ധമാണെന്ന് ചില ആൾക്കാർ കരുതിയിരുന്നു. അതുകൊണ്ട് സമൂഹത്തിലെ താഴ്ന്ന ജാതിക്കാരിലേക്ക് ഈ പ്രക്രിയ അല്ലെങ്കിൽ ഈ പ്രവർത്തനം മാറ്റിക്കൊടുത്തു. ഉദാഹരണത്തിന് വടക്കേ ഇന്ത്യയിലുള്ള ഒരു കോമാർസ് എന്ന് പറയുന്നൊരു വിഭാഗമുണ്ട്. അവർ സോഷ്യലി സപ്പോസ് ടു ബി ബിലോങ് ടു ലോവർ കമ്മ്യൂണിറ്റി. അപ്പം ഇങ്ങനെയുള്ള ജോലികളെല്ലാം അവരെയാണ് ഏൽപ്പിച്ചിരുന്നത്. അതിനുശേഷം അവരിൽ നിന്നാണ് ബ്രിട്ടീഷുകാർ ഇത് പഠിച്ച് ബ്രിട്ടനിൽ കൊണ്ടുപോയി അവിടെ ഇത് പോപ്പുലറൈസ് ചെയ്ത്. പക്ഷേ വീണ്ടും തിരിച്ച് ഭാരതത്തിൽ വന്നു. അങ്ങനെ ശസ്ത്രക്രിയ വിഭാഗത്തിലൂടെ ഇത് കൂടുതൽ പോപ്പുലറായി. So what is meant by plastic surgery? The surgery which gives form and shape to the body, which can mold the body, or we can reshape the body to have a better looks. That is called plastic surgery. And the name derived I already mentioned to you. And again, it has nothing to do with the material plastic. Treatment for body dysmorphic disorder. ഏകദേശം ഒരു 5% ആൾക്കാർ അവരുടെ ശരീരത്തിന് സ്വന്തം ഷേപ്പിൽ തൃപ്തരല്ല. അപ്പോൾ അവർക്കുള്ളൊരു ചികിത്സ കൂടിയാണ് പ്ലാസ്റ്റിക് സർജറി.
Thank you. If you have any doubts, I am ready to answer it or try to clear it. Thank you, sir. Thank you for a detailed, informative session. Next, I would like to invite cosmetic plastic surgeon Dr. Sharika Chandra to the dais. ഇഷ്ടപ്പെട്ട ദിനമായതുകൊണ്ട് SK Hospital introduce you all to the Cosmetic Plastic Surgery Department. Hi, I'm Dr. Sharika Chandran, Cosmetic Plastic Surgeon. ഇന്ന് വേൾഡ് പ്ലാസ്റ്റിക് സർജറി ഡേ ആയതുകൊണ്ട് ഇന്നത്തെ OP കൺസൾട്ടേഷൻസ് സൗജന്യം ആയിരിക്കും. അതുകൂടാതെ ഇന്നൊരു ആഴ്ചത്തേക്ക് ഓൾ ദ നോൺ സർജിക്കൽ കോസ്മെറ്റിക് പ്രൊസീജിയേഴ്സ് വളരെ കുറഞ്ഞ റേറ്റ്സിൽ ലഭിക്കുന്നതാണ്. അത് ഏതൊക്കെയാണ് എന്ന് നമുക്കിനി കാണാം. PRP ആൻഡ് മൈക്രോനീഡലിംഗ്. പലതരത്തിലുള്ള പാടുകൾ, ചുളിവുകൾ, നിറം മാറ്റങ്ങൾ എന്നിവ മാറ്റാൻ ഉപയോഗിക്കുന്ന ഒരു ചികിത്സ രീതിയാണ് ഇത്. നമ്മുടെ സ്വന്തം രക്തം എടുത്ത് ചില പ്രോസസ്സിംഗ് നടത്തി അതിനെ പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ ആക്കി ചർമ്മത്തിൽ കുത്തിവെക്കുന്നതാണ് ഈ ചികിത്സ. PRP ഹെയർ തെറപ്പി. ഈ പ്ലാസ്മ ചികിത്സ മുടികൊഴിച്ചിൽ, കഷണ്ടി എന്നിവയ്ക്കും ഉപകാരപ്രദമാണ്. മുഖത്തിൽ പ്രായം കൊണ്ട് ഉണ്ടാകുന്ന ചുളിവുകളും കുഴിവുകളും മാറ്റാൻ ഉപയോഗിക്കുന്ന നല്ല കുത്തിവെപ്പ് ചികിത്സയാണ് ഇത്. മുഖക്കുരു, സൂര്യതാപം എന്നിവ ഉണ്ടാകുന്ന പാടുകൾ മാറ്റാൻ ഉപയോഗിക്കുന്ന ഒരു ചികിത്സയാണ് ഇത്. പ്രായം കൊണ്ട് മുഖത്ത് തൂങ്ങിക്കിടക്കുന്ന ചർമ്മഭാഗങ്ങളെ ഉയർത്തി എടുക്കുന്ന ഒരു ചികിത്സ രീതിയാണ് ഇത്. മൈക്രോഡെർമബ്രേഷൻ. ഇരുണ്ടതും വാടിയതുമായ ചർമ്മം ഭംഗിയാക്കിയെടുത്ത് മുഖകാന്തി വർദ്ധിപ്പിക്കുന്ന ഒരു ചികിത്സയാണ് ഇത്. പല കാരണങ്ങളാലും ശോഭ നഷ്ടപ്പെട്ട് മുഖത്തെ ചർമ്മത്തിനും ഒരു പുതുജീവൻ നൽകുന്ന ഒരു ചികിത്സയാണ് LED ലൈറ്റ് തെറപ്പി. ഗ്ലൂട്ടാത്തയോൺ IV ഇഞ്ചെക്ഷൻസ്. വിവിധ രീതികളിൽ മുഖകാന്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു ഇഞ്ചക്ഷനാണ് ഇത്. Come reclaim your confidence by rediscovering your true self with us. Thank you. ഇന്ന് വേൾഡ് പ്ലാസ്റ്റിക് സർജറി ഡേ അനുബന്ധിച്ച് SK ഹോസ്പിറ്റൽ നിങ്ങൾക്കായി ഇന്ന് ഫ്രീ കൺസൾട്ടേഷൻ ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ കോസ്മെറ്റിക് നോൺ സർജിക്കൽ പ്രൊസീജിയേഴ്സിന് ഡിസ്കൗണ്ട് റേറ്റ്സും ഉണ്ട്. സോ നിങ്ങൾ ഈ ഓപ്പർച്യൂണിറ്റി മിസ്സാക്കില്ല. അടുത്തതായി ഞാൻ വോട്ട് ഓഫ് താങ്ക്സിനായി ഡോക്ടർ ശാരിക മാമിനെ ക്ഷണിച്ചോളൂ. Good morning again. I would like to take this opportunity to thank the management, all our staff for making this wonderful event possible. And I would like to also thank you all for attending this gracefully and making this a huge success. Thank you very much. ഇന്ന് ഈ വേദി നമുക്ക് ഒരുക്കി തന്ന ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റിനും നമുക്ക് ക്ലാസ് എടുത്തുന്ന ഡോക്ടേഴ്സിനും ഇവിടെ കൂടിയിരിക്കുന്ന ഓഡിയൻസ് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു.